ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ 3 പേർ അറസ്റ്റിൽ. പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടാണ് സംഭവം. 3 കേസുകളിലായാണ് 3 യുവാക്കളെ ചിറ്റാർ പോലീസ് പിടികൂടിയത്. വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അതിനോടൊപ്പം വരുന്ന കമന്റുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ബിരിയാണി ചെമ്പടക്കം വാടകയ്ക്കെടുത്ത് ആക്രിക്കടയിൽ വിറ്റ യുവാവിനായി തിരച്ചിൽ. കോഴിക്കോട് വാടക സ്റ്റോറിൽ നിന്ന് കല്യാണത്തിന് എന്ന് പറഞ്ഞെടുത്ത പാത്രങ്ങൾ ആക്രിക്കടയിൽ മറിച്ചു വിറ്റു. താമരശ്ശേരി പരപ്പൻപൊയിലിലെ OK സൗണ്ട്സ് എന്ന വാടക സ്റ്റോറിൽ നിന്ന് യുവാവ് കൊണ്ടുപോയ ബിരിയാണി ചെമ്പുകൾ ഉൾപ്പെടെയുള്ള പാത്രങ്ങളാണ് പൂനൂരിലെ ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയത്. ചടങ്ങ് കഴിഞ്ഞ് തിങ്കളാഴ്ച പാത്രങ്ങൾ തിരികെ എത്താത്തതിനാൽ അന്വേഷിച്ചപ്പോഴാണ് വിലാസം വ്യാജമാണെന്നറിഞ്ഞത്. ഡൽഹിയിൽ ഇനി കൃത്രിമ മഴ. വായുമലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ ജൂലൈ 4-നും 11-നും ഇടയിൽ കൃത്രിമ മഴയുടെ ആദ്യ പരീക്ഷണം നടത്താനാണ് നിലവിലെ തീരുമാനം. വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ക്ലൗഡ് സീഡിംഗിന്റെ ഭാഗമായി 5 വിമാനങ്ങൾ പറത്താനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത്. ഏകദേശം 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഉദ്യമത്തിൽ ഓരോ വിമാനവും 100 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ക്ലൗഡ് സീഡിംഗ് നടത്തും. ഇതിനായി ആകെ ചിലവാകുന്ന തുകയായി നിലവിൽ കണക്കാക്കിയിരിക്കുന്നത് 3.21 കോടി രൂപയാണ്. സ്മാർട്ടായി KSRTC. ചലോ ആപ്പിലൂടെ ബസ്സുകളുടെ തത്സമയ വിവരങ്ങൾ ഇനി യാത്രക്കാരുടെ വിരൽത്തുമ്പിൽ. സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ബസ്സിനെക്കുറിച്ചും ഒഴിവുള്ള സീറ്റുകളെക്കുറിച്ചും മുൻകൂട്ടി അറിയാനാകും. ആൻഡ്രോയിഡിലും iOSലും ലഭ്യമാകുന്ന KSRTC ചലോ ആപ്പിലൂടെ തത്സമയ ബസ് ട്രാക്കിംഗ്, ഡിജിറ്റൽ ടിക്കറ്റിംഗ്, സ്മാർട്ട് പേയ്മെന്റ് സൗകര്യങ്ങൾ ലഭ്യമാണ്. MSW വിദ്യാർത്ഥിനി പരീക്ഷയിൽ തോൽക്കുമെന്ന് ഭയന്ന് ജീവനൊടുക്കി. പെരുമ്പാവൂർ ഒക്കൽ ചേലമറ്റം പിലപ്പള്ളി വീട്ടിൽ അക്ഷയയാണ് ജീവനൊടുക്കിയത്. തിങ്കളാഴ്ച നടന്ന പരീക്ഷയിൽ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എഴുതാൻ കഴിഞ്ഞില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ വിശദീകരണം തേടി ചാൻസലർ. ഭൂമി ഞാൻ വാഴുന്നിടം എന്ന വേടന്റെ പാട്ടാണ് സിലബസിൽ ഉൾപ്പെടുത്തിയത്. കാലിക്കറ്റ് VCയോടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിശദീകരണം തേടിയത്. വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയത് ഏത് സാഹചര്യത്തിലാണെന്ന് വിശദമാക്കണമെന്ന് ചാൻസലർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ വൈസ് ചാൻസലർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇനി തീവണ്ടി പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ട് അറിയാം. യാത്രക്കാർക്ക് ആശ്വാസമായി തീവണ്ടി പുറപ്പെടുന്നതിന് 8 മണിക്കൂർ മുൻപ് റിസർവേഷൻ ചാർട്ട് പ്രസിദ്ധീകരിക്കാൻ റെയിൽവേ തീരുമാനിച്ചു. നിലവിൽ 4 മണിക്കൂർ മുൻപാണ് ചാർട്ട് തയ്യാറാക്കുന്നത്. അവസാന നിമിഷം ചാർട്ട് തയ്യാറാക്കുന്നത് കാരണം വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകാർ നേരിടുന്ന അനിശ്ചിതത്വം ഒഴിവാക്കുന്നതിനാണ് പുതിയ തീരുമാനം. വൈകാതെ തന്നെ ഇത് നടപ്പാകുമെന്നും റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. മമ്മൂട്ടിയുടെ ജീവചരിത്രം ഇനി പാഠപുസ്തകത്തിലും. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇനി നടൻ മമ്മൂട്ടിയുടെ ജീവചരിത്രവും പഠിക്കും. 2ാം വർഷ ചരിത്ര വിദ്യാർത്ഥികളുടെ മലയാള സിനിമയുടെ ചരിത്രം എന്ന മേജർ ഇലക്ടീവ് കോഴ്സിലാണ് മമ്മൂട്ടിയുടെ ജീവചരിത്രവും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മമ്മൂട്ടിയെ കൂടാതെ മഹാരാജാസ് പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ദാക്ഷായണി വേലായുധന്റെ ജീവിതവും പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെക് ഭീമൻ ഇലോൺ മസ്കും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അതിരൂക്ഷമായ വാക്പോര്. US ഗവൺമെന്റിന്റെ ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നത് ലക്ഷ്യമിട്ട് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ടാക്സ് ബില്ലിനെ മസ്ക് കടുത്ത ഭാഷയിൽ എതിർത്തിരുന്നു. ബിൽ ശുദ്ധ വിഡ്ഢിത്തവും US വിനാശകരവുമാണെന്ന് പറഞ്ഞ മസ്ക് ബിൽ പാസ്സായാൽ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ബദലായി താൻ അമേരിക്ക പാർട്ടി രൂപീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. സർക്കാർ സബ്സിഡികൾ ലഭിച്ചിരുന്നില്ലെങ്കിൽ മസ്കിന് കടയും പൂട്ടി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമായിരുന്നു എന്നാണ് ട്രംപ് ഇതിന് മറുപടി നൽകിയത്. മറ്റാർക്കും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സബ്സിഡികൾ മസ്കിന് ലഭിച്ചിട്ടുണ്ടെന്നും സ്വയം പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും ട്രംപ് വിമർശിച്ചു. ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ കടം അടിമത്ത ബിൽ എന്നാണ് എലോൺ മസ്ക് വിശേഷിപ്പിച്ചത്. ചികിത്സയിൽ കഴിയുന്ന VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു. പട്ടം SUT ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം. SUT ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തിന് പുറമെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 7 വിദഗ്ധരടങ്ങുന്ന മെഡിക്കൽ സംഘം സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം SUT ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ നൽകി വരുന്ന വെന്റിലേറ്റർ സപ്പോർട്ട്, CRRT, ആന്റിബയോട്ടിക്കുകൾ തുടങ്ങിയ ചികിത്സകൾ തുടരാനും ആവശ്യമെങ്കിൽ ഉചിതമായ മാറ്റം വരുത്താനുമാണ് തീരുമാനമെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കി.